ഇങ്ങനെ ഇട്ടോ ഓടിക്കല്ലേടാ. ആര്യന്റെ സെഷൻ ഇപ്പൊ നിന്നോട് പറഞ്ഞില്ല അകത്തേക്കും പുറത്തേക്ക് സിംഗ് വെപ്പിക്കുന്ന ബോളറിന്റെ കേസ്. അല്ല ഞാൻ ആരോടെ പറയുന്നത്, നീ അല്ല കഴിഞ്ഞ ദിവസം കുറെ പ്രാക്ടീസ് സെഷനിൽ വീഡിയോ കിട്ടിട്ട് നീ പുറത്തേക്ക് രണ്ടെന്ന് നിനക്ക് പറ്റുമോ? അകത്തേക്ക് സ്വിംഗ് ചെയ്യാൻ പറ്റുമോ? രണ്ട് സ്വിംഗ് കൂടെ നടക്കൂലടാ, അത് ചുമ്മാ ഉള്ള കാര്യമൊന്നുമല്ല. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറ. അറിയാവുന്ന പയ്യനെ കാണിച്ചിട്ട് മോനേടാ ആര്യ കൊണ്ടുവന്നടാ. ഇതാണ് നമ്മൾ പറഞ്ഞേക്കാം. എന്തെല്ലാം സുഖമല്ല പരിപാടി. ഇവന് എത്ര വയസ്സുണ്ട്? ഇവന് 14 വയസ്സുള്ളൂ. ഇവന് ഓൾറെഡി അണ്ടർ-14 കളിച്ചതാണ്, അണ്ടർ-16 കളിക്കാനുള്ള പ്രിപ്പറേഷൻ ആണ്. പക്ഷെ അതൊന്നുമല്ല, പൂജ ടൂർണമെന്റിൽ സീനിയേഴ്സിനെതിരെ അകത്തോട്ടും പുറത്തോട്ടൊക്കെ തിരിച്ച പയ്യൻ. മറ്റേ റൈറ്റ് ഹാൻഡർക്ക് ഔട്ട് സിംഗറും ലെഫ്റ്റ് ഹാൻഡർക്ക് ഔട്ട് സിംഗർ പറഞ്ഞവനോ? അത് തന്നെ, അതാണ് മുതൽ. അപ്പൊ എങ്ങനെയാണ് നീ ഫാസ്റ്റ് ബോളിംഗിലേക്ക് വരാനുള്ള ഒരു സ്റ്റോറി എന്ത് തന്നെ? ഓക്കെ, അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ ആരാവണമെന്നാണ് ആഗ്രഹം? അതേപോലെ നല്ല അടിപൊളിയായിട്ട് ബോൾ മാറ്റി മാറ്റി എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ്. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കേരളം ഇനി ഇന്ത്യൻ പ്ലെയർ ആവാനായിട്ട് കേരളത്തിൽ നിന്ന് ആവട്ടെ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിന്നോട്, നീ സീനിയേഴ്സ് പ്ലേയേഴ്സിൻ്റെ കൂടെ ആണല്ലോ ഈ ടൂർണമെന്റുകളൊക്കെ കളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് കിട്ടുന്നത് ഓപ്പണിംഗ് ന്യൂ ബോളൊക്കെ എറിയാൻ? ചെറിയ പ്രായത്തിൽ ഞാനിവിടെ ചേട്ടന്മാരൊപ്പം ഗോവിന്ദനാണെങ്കിലും തൃപ്പൂണിത്തറയിൽ ഇവിടെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത്? അടിപൊളി. അവരൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കങ്ങനെ പേടിയും ഒന്നും വരാറില്ല, ചെറിയ അത്രേ ഉള്ളൂ. അതാണ് ഒരു ഫാസ്റ്റ് ബോളർക്ക് വേണ്ട കോൺഫിഡൻസ്. കാരണം ഞാനൊരു 2 6 കിട്ടുമ്പോഴേ കളി നിർത്തിയിട്ട് പോകും. സോ അപ്പം അടിപൊളിയാവട്ടെ കാര്യങ്ങൾ. അപ്പം ചെക്കൻ പൊളിക്കട്ടെ.